ഷൈന്റെ കൂടെ ഭാര്യയായിട്ട് ഞാനുണ്ട്. ഇവളാരാണെന്ന് സിനിമ ആണോ നിങ്ങക്ക് മനസ്സിലാവും. വേലക്കാരിയല്ല. ഇവളാരാണെന്ന് സിനിമ ആണോ മനസ്സിലാവും. ആൻഡ് സിനിമയിലെ പല ഈ വൈറൽ എന്ന് പറഞ്ഞ വേർഡ് തന്നെ കണ്ടുപിടിക്കുന്നത് ഇവളാണ്. അതാണ് ഇവളൊക്കെ. പിന്നെ ഗ്രേസ് എന്താ പറയാ, ഒരു സുഹൃത്ത്, പാർട്ട്ണർ, എന്റെ സുഹൃത്ത്, അങ്ങനെ ഞങ്ങൾ 4 പേരും ഒരു ടീമാണ്. പക്ഷെ ഞങ്ങൾ 4 പേരും ടീമാണെന്നുള്ളത് ലാസ്റ്റ് അറിയില്ല. എല്ലാം കണക്റ്റഡ് ആവുന്നത് ഷൈൻ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൾ എക്സിസ്റ്റ് ആൻഡ് കോ എക്സിസ്റ്റ് ഷൈൻ കാരണമാണ്. ഈ ലേഹ്യം വൈറലും തമ്മിൽ എന്താ ബന്ധം? ഈ ലേഹ്യവും വൈറൽ എന്നുള്ള പേരും തമ്മിലോ? ലേഹ്യവും വൈറലും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. ഒരുപാട് വൈറൽ ആവുന്നതിന്റെ പ്രധാന കണ്ണി ഈ കുട്ടിയാണ്. ഈ കുട്ടി ചെയ്യുന്ന ക്യാരക്ടർ മൂലമാണ് വൈറൽ ആവുന്നത്. ഞങ്ങളെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് ഈശ്വര എന്തൊക്കെയാണ് സംഭവിക്കണേ, അങ്ങനെയൊക്കെയാണ്. അതായത് മൊത്തത്തിൽ ഈ സിനിമ സംസാരിക്കുന്നത് ഇപ്പോ നിങ്ങളിപ്പോ ഓരോ സംഭവങ്ങൾ ഇടുമ്പോൾ വൈറൽ കണ്ടന്റ് ആക്കാനുള്ള ശ്രമങ്ങളാണല്ലോ. അതേപോലെ ഞങ്ങളൊരു ശ്രമം നടത്തുന്നതാണ്. പക്ഷെ അത് പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഷൈൻ ടോം ചാക്കോ ഒരേ സമയം 2 പെണ്ണുങ്ങളുമായിട്ടുള്ള എന്തോ ബന്ധത്തെ പറ്റിയൊക്കെ പറയുന്നത്. അത് അങ്ങനെ പുതിയ അല്ല, പോസ്റ്റർ കണ്ടപ്പോ അങ്ങനെ തോന്നി. ഫസ്റ്റ് ലുക്ക് അല്ലേ? സെക്കൻഡ് ലുക്ക് കണ്ടപ്പോ 5-6 പെണ്ണുങ്ങളെ കണ്ടപ്പോ അതിന്റെ ലൈറ്റ് അല്ല. പക്ഷെ അത് അങ്ങനെ എന്താ ഭയങ്കര അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. 5-6 പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഭാര്യയുടെ ഓരോ ട്രിക്കുകളാണെന്നൊക്കെയാണ് വഴിയെ മനസ്സിലാവുക. തോന്നിയ കോമഡി ആണോ അതോ സീരിയസ് ആണോ അതോ ഈ പറഞ്ഞ പോലെ ഈ കഷായത്തെ ചുറ്റിപ്പറ്റിയുള്ള കണ്ടിട്ട് പറയാം. അത് ശരിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, അതിൽ 3ാമത് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാർ വരുമ്പോൾ, പിന്നെ അവിഹിതം എല്ലാം കൂടി എല്ലാം മിക്സ്ഡ് ആണ്. പക്ഷെ അങ്ങനെ ഭയങ്കര ബഹളം, തല്ല്, അടിപിടി അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആണ് ഈ സിനിമയിൽ. ഗേൾസ് പവർ, യൂണിറ്റി. മനസ്സിലായോ? ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഷൈൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും.